നോർമലി ഇങ്ങനെ ഒരു ഇൻട്രിം ഓർഡർ നേരത്തെ പറഞ്ഞ ഒരു ലെജിസ്ലേറ്റീവ് ഒരു നിയമനിർമ്മാണ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചോദ്യം ചെയ്യുമ്പോൾ അതിലൊരു ഇൻട്രിം ഓർഡർ ഉണ്ടാവാറില്ല എന്ന് സൂചിപ്പിച്ചല്ലോ. അതൊരു പോസിറ്റീവ് സംഗതിയായിട്ട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വളരെ പോസിറ്റീവാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണഘടനാ വാലിഡിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കോടതി 3 വ്യവസ്ഥകളിലെങ്കിലും കുറച്ച് കുഴപ്പങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതേസമയം ഇപ്പോൾ വിശദീകരിച്ചപ്പോൾ ഈ 2 വ്യവസ്ഥകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്താണോ പറഞ്ഞത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്താണോ അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ന്യായമായിട്ട് പറഞ്ഞത്, അതിൽ കോടതി കഴമ്പ് കാണുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ കോടതി വിധിയുടെ ഉള്ളിൽ ചില അപകടങ്ങളുണ്ട് എന്നാണോ? അല്ല, തീർച്ചയായിട്ടും ഇതൊരു പ്രിമാ ഫേസി വ്യൂ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫൈനലി ഇതിന്റെ ഹിയറിംഗ് നടത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും നിലവിൽ ആസച്ച് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2 പേരെ. പക്ഷെ അവർക്ക് ഭൂരിപക്ഷം അംഗങ്ങളെ നോൺ മുസ്ലിംസിന് വെക്കാൻ പറ്റില്ലെങ്കിലും 2 പേരെ അവർക്ക് വെക്കാം. ഇതിനകത്ത് ഒരു കുറച്ചുകൂടി അപകടം പിടിച്ച കാര്യം അത്തരം വിഷയത്തിലൊക്കെ മുമ്പ് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലായിരുന്നു വഖഫ് ബോർഡിലെ അംഗങ്ങളെ തെരഞ്ഞെടുപ്പ്. അതായത് മുത്തവല്ലിമാരെ 2 പേരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. മുത്തവല്ലിമാരുടെ ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, അതിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ പിന്നെ MLA മാരിൽ നിന്ന് 2 പേരെ തെരഞ്ഞെടുക്കുന്ന മുസ്ലിം MLA മാരിൽ നിന്ന് വോട്ടിട്ട് തെരഞ്ഞെടുക്കണം. MP മാരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന മുസ്ലിം MP മാരിൽ നിന്നും സ്റ്റേറ്റിൽ വോട്ടിട്ട് തെരഞ്ഞെടുക്കണം. ബാർ കൗൺസിൽ അംഗങ്ങളിൽ നിന്നും മുസ്ലിം ബാർ കൗൺസിൽ അംഗങ്ങളിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കണമായിരുന്നു. ഇനിയിപ്പോ അത് നോമിനേഷനാണ്. അതായത് പുതിയ അമെന്റ്മെന്റിലൂടെ അത് നോമിനേഷനാക്കി മാറ്റി, ഡെമോക്രാറ്റിക് പ്രോസസ് പോയി. അങ്ങനെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചെയ്യാം എന്ന് പറഞ്ഞു 3 പേരിൽ കൂടുതൽ വരരുത്, അല്ലെങ്കിൽ 4 പേരിൽ കൂടുതൽ വരരുത്, 2 നിർബന്ധമായും വേണം എന്ന് പറയുന്നതിനെ കൺഫേം ചെയ്തുകൊണ്ടുള്ള ഇൻട്രീം ഓർഡർ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഈ പറഞ്ഞ 3 പേരോ അല്ലെങ്കിൽ 4 പേരോ അല്ലെങ്കിൽ 2 പേര് തന്നെ, 2 പേര് മാൻഡേറ്ററി ആയിട്ടുള്ളതിനെ നോമിനേറ്റ് ചെയ്യാം. ആ നോമിനേഷൻ BJP റൂൾ കൺട്രീസ് സ്റ്റേറ്റ്സിലൊക്കെ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. അവർക്ക് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പൊ അതിന്റെ അപകടം അതിനകത്തുണ്ട്. ഇപ്പൊ മുസ്ലിം ആയിട്ടുള്ള ആളാണെങ്കിലും ശരി, നോൺ മുസ്ലിം ആയിട്ടുള്ള ആളാണെങ്കിലും ശരി, അവർക്ക് വേണ്ട ആളുകളെ വെക്കാം. മറ്റത് അങ്ങനെയല്ല, ജനാധിപത്യപരമാണ്. അവരിൽ നിന്നും വോട്ടിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു രീതി 6 പേർക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ലാതായിരിക്കുന്നുള്ളതിന്റെ ഡേഞ്ചർ അതിനകത്തുണ്ട്. അപ്പൊ അത് ആ ഭാഗത്ത് അതുകൊണ്ട്. മറ്റൊന്നില് ഈ പറഞ്ഞതുപോലെ റൂൾസ് നാളെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ 5 വർഷത്തെ സ്റ്റിപ്പുലേഷൻ ഫിക്സ് ചെയ്യാം, ആ റൂൾസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അതിനും ഒരു എഫക്റ്റീവായി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് തീരുമാനിക്കുകയാണ് ഇത് ഇങ്ങനെ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ ഈ ഓർഡർ അവർക്ക് അനുകൂലമാക്കി അവർ. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ നേരത്തെ പറഞ്ഞ ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനം ഈ വിധി വന്നതിന് ശേഷവും പുതുതായിട്ട് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല തൽക്കാലം എന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ അതിൽ മുസ്ലിം എൻറ്റിറ്റി മാത്രം മതി, അല്ലെങ്കിൽ മുസ്ലിം അംഗങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക. അങ്ങനെ ആണെങ്കിൽ പോലും അത് കമ്മ്യൂണലായി ഉപയോഗിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളൊരു അപകടവും കൂടി ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു ലെജിസ്ലേഷൻ പാസ്സായി അതിന്റെ മേലൊരു ചലഞ്ച് സുപ്രീം കോടതിയിൽ എത്തി. ആ സുപ്രീം കോടതി പറയുന്നു മാൻഡേറ്ററിലി 2 പേരെ അതിനകത്ത് നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തിയത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ആർബിട്രറി അല്ല, 2 എന്നുള്ളത് മാക്സിമം 3 വരെ ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സ്റ്റേറ്റ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന് വിരുദ്ധമായി ചെയ്യാൻ കഴിയില്ല. അത് ഒരു ബേസിക് സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാതെ ചെയ്യാൻ സാധിക്കില്ല, ആ നിയമത്തിനകത്തൊന്നുകൂടെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചലഞ്ച് എന്ന് പറയുന്നത് നോൺ മുസ്ലിം എൻട്രി അതിനകത്ത് പറ്റില്ല എന്നുള്ള ചലഞ്ച് പെൻഡിങ് ആണ്. അപ്പൊ അത് പെൻഡിങ് നിൽക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കാണിക്കേണ്ട ഒരു മര്യാദ എന്താണെന്ന് ചോദിച്ചാൽ, കോടതി അന്തിമമായി തീരുമാനിക്കുന്നവരെ തൽക്കാലം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. സപ്പോസ് കോടതി അന്തിമമായിട്ട് തിരിച്ചാണ് വിധിക്കുന്നതെങ്കിൽ ഇതേ പാടില്ല എന്നാ വിധിച്ചിരുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ കുഴപ്പമായി പോവില്ലേ? അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഒരു കാര്യം വേണ്ട, നിലവിലുള്ള സിസ്റ്റം കണ്ടിന്യൂ ചെയ്യട്ടെ തീരുമാനിക്കുന്നതാണ് ഉചിതമെന്നാണ്.